നമസ്കാരം. ഭയങ്കര ചൂടാണല്ലേ പുറത്ത്. ഈ കത്തുന്ന വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ശീലങ്ങൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു പാരയാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഈ വേനൽക്കാലത്ത് ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, ഒരുപക്ഷേ അത്ര ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കിതൊന്ന് സങ്കൽപ്പിച്ചു നോക്കാം. നിങ്ങൾ ചുട്ടുപൊള്ളുന്ന വെയിലത്തുനിന്ന് ആകെ വിയർത്തൊലിച്ച് വീട്ടിലേക്ക് കയറി വരുന്നു. ആ നിമിഷം നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? നേരെ ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളമെടുത്ത് ഒറ്റയടിക്ക് കുടിക്കുമോ? അതോ ബാത്റൂമിലേക്ക് ഓടിപ്പോയി തണുത്ത വെള്ളത്തിൽ ഒരു കുളി പാസാക്കുമോ? നമ്മുടെയെല്ലാം ആദ്യത്തെ ചിന്ത ഇതുതന്നെയായിരിക്കും, അല്ലേ? ശരി, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ചൂടിൽ നിന്നു പെട്ടെന്നൊരു ആശ്വാസം കിട്ടാൻ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതാവണമെന്നില്ല. ചിലപ്പോൾ അത് വിപരീത ഫലം വരെ ഉണ്ടാക്കിയേക്കാം. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലേ? പുറത്തുനിന്ന് വിയർത്ത് കുളിച്ച് കയറി വന്നാൽ പിന്നെ ഒന്നും നോക്കില്ല, ഉടനെ പോയി മുഖം കഴുകും, അല്ലെങ്കിൽ നേരെ കുളിക്കാൻ കയറും. ആ ഒരു സുഖം. പക്ഷേ ആ പെട്ടെന്നുള്ള ആശ്വാസത്തിന് പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെയാണ് ശരിക്കും ഒരു ട്വിസ്റ്റുള്ളത്. ഇങ്ങനെ പെട്ടെന്ന് ശരീരം തണുപ്പിക്കുന്നത് അത് നമ്മുടെ സിസ്റ്റത്തിന് ഒരു ഷോക്ക് കൊടുക്കുന്നത് പോലെയാണ്. ഉയർന്ന താപനിലയിൽ നിന്ന് വളരെ പെട്ടെന്ന് താഴ്ന്ന താപനിലയിലേക്ക് മാറുമ്പോൾ നമ്മുടെ ശരീരമൊന്ന് പകച്ചുപോകും. ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളെന്ന് നോക്കാം. പനിയും ജലദോഷവുമൊക്കെ വരാനുള്ള സാധ്യത കൂടും. കാരണം പെട്ടെന്നുള്ള ഈ താപനിലയിലെ മാറ്റം നമ്മുടെ പ്രതിരോധശേഷിയെ ബാധിക്കും. പിന്നെ കഴുത്തുവേദന, നീർക്കെട്ട്, ഇതൊക്കെ സാധാരണമാണ്. പക്ഷെ അതിലും സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. രക്തസമ്മർദ്ദം കൂടാം, കണ്ണിലെ പ്രഷർ വരെ കൂടാൻ ഇത് കാരണമാവാം. അപ്പോൾ ഇത് അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? പുറത്ത് വെള്ളമൊഴിച്ച് ശരീരം തണുപ്പിക്കുന്നത് അപകടമാണെങ്കിൽ എന്താണ് ശരിയായ രീതി? ഉത്തരം വളരെ സിമ്പിളാണ്. പുറമേ തണുപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ ശരീരത്തിന് അകത്തുനിന്ന് ജലാംശം നൽകുന്നതാണ്. ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാനും സൂര്യാഘാതം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനും ശരിയായി വെള്ളം കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല പ്രതിവിധി. ശരാശരി പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം 3.5 ലിറ്റർ വെള്ളം വേണം. അത് ഏകദേശം ഒരു 14 ഗ്ലാസ് വരും കേട്ടോ. ഇനി നിങ്ങൾ പുറത്തുപോയി പണിയെടുക്കുകയോ വ്യായാമം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം വേണ്ടിവരും. നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ ഒരുപാട് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി തിരികെ കൊടുക്കണം. ഇനി വെള്ളം കുടിച്ചാൽ മാത്രം മതിയോ? പോരാ. എങ്ങനെ കുടിക്കുന്നു എന്നതും വളരെ പ്രധാനമാണ്. ദാ ഈ കാണുന്നതുപോലെ കുപ്പിയിൽ നിന്ന് നേരെ വായിലേക്ക് കമിഴ്ത്തുന്നത് ശരിയായ രീതിയല്ല. എന്നാൽ ഗ്ലാസ്സിലൊഴിച്ച് സാവധാനം സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ശരിയായി ആഗിരണം ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ശരിയായ രീതി. അപ്പോൾ വെള്ളം കുടിക്കുന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം വെയിലത്തിറങ്ങുന്നതിന് മുൻപ് നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളാണ്. അതായത് ഒരുതരം പ്രിവെൻഷൻ. നമ്മുടെ ശരീരം തന്നെയാണ് ശരീരത്തിന്റെ ആദ്യത്തെ പ്രതിരോധ കവചം. അതിനെ നമ്മൾ സംരക്ഷിക്കണം. ഏറ്റവും ബേസിക്കായിട്ടുള്ള റൂള് ഇതാണ്: സൂര്യരശ്മികൾ നേരിട്ട് നമ്മുടെ ശരീരത്തിലടിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. പറ്റുമെങ്കിൽ ഉച്ചസമയത്തൊന്നും പുറത്തിറങ്ങാതിരിക്കുക. ഇനി ഇറങ്ങേണ്ടി വന്നാലോ? കൂട ഉപയോഗിക്കുക. ശരീരം മുഴുവൻ മറയുന്ന ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇതൊക്കെ ഈ ചൂടുകാലത്ത് ഒരു ശീലമാക്കണം. എന്തിനാണ് നമ്മൾ ഇത്രയധികം ശ്രദ്ധിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? കാരണം സൂര്യരശ്മി എന്ന് പറയുന്നത് വെറും വെളിച്ചവും ചൂടും മാത്രമല്ല. അതിൽ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത അൾട്രാവയലറ്റ് രശ്മികളൊക്കെയുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് കേടുപാടുകളുണ്ടാക്കും. വെറുതെ ഒരു സൺബേൺ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലേക്ക് അസുഖങ്ങൾ പരത്തുന്ന അണുക്കൾക്ക് എളുപ്പത്തിൽ കടന്നു വരാൻ ഇത് വഴിയൊരുക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് എന്താണ് ഓർത്തുവെക്കേണ്ടത്? 1. വെയിലത്തുനിന്ന് കയറി വന്ന ഉടൻ തണുത്ത വെള്ളത്തിൽ ചാടരുത്. അത് ശരീരത്തിന് ഒരു ഷോക്കാണ്. 2. വെള്ളം ധാരാളം കുടിക്കണം, അതും ശരിയായ രീതിയിൽ. 3. വെയിലത്തിറങ്ങുമ്പോൾ സ്വയം സംരക്ഷിക്കാൻ മറക്കരുത്. അവസാനമായി ഈ ഒരു മുന്നറിയിപ്പ് എല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ. മീനമാസമാണ്, വെയിലാണ്, സൂക്ഷിക്കുക. ഇത് വെറുമൊരു വാക്കല്ല. ഈ ചൂടുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. അതുകൊണ്ട് എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക, തണലത്ത് നിൽക്കുക, നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക.